ലോകത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാലവുമില്ല. ഇക്കാലത്ത് ഒരാളാണെങ്കിൽ അടുത്ത കാലത്ത് അടുത്താളുണ്ടാകും. ദുന്യാവിൻ്റെ കാര്യങ്ങൾ മാറി മാറി അവരെ ഏൽപ്പിക്കും. അതിൻ്റെ മുമ്പ് ആരുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് അർത്ഥമില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഖുത്ബുൽ ആലം അബൂബക്കർ അൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജീവിതകാലത്തിൽ പല പ്രാവശ്യവും അവിടുത്തെ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എത്ര ക്ഷീണമായി കിടന്നാലും ബിദ്അത്തുകാരുടെ ശർറിനെ പറ്റി പറയുമ്പോൾ ചാടി എഴുന്നേക്കും. വളരെ കർക്കശമായ തീരുമാനങ്ങൾ അവരെ പറ്റി പറയും. ഇത് കേവല മാമൂലുകളുടെ അടിസ്ഥാനത്തിലോ കുടുംബമഹിമകൾ നിലനിർത്താനുള്ളതോ ഉള്ള ഒരാൾക്കൂട്ടമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാ അവരുടെ കീശ വീർപ്പിക്കാനുള്ള ആണ്ട് അടിയന്തരങ്ങളും അല്ല. ഈ മഹത്തായ ഉറൂസുകൾക്ക്, മരണാനന്തര ചടങ്ങുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. സൂറത്തുൻ നിസാഇൻ്റെ 8-ാമത്തെ വചനം, വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബാ വൽ യതാമാ വൽ മസാകീനു ഫർസുഖൂഹും മിൻഹു വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. മരണശേഷം സ്വത്തുക്കൾ വിഹിതം വെക്കാൻ വേണ്ടി നിങ്ങൾ കൂടുന്ന സ്ഥലത്ത്, മരണ വീട്ടിൽ, സ്വത്തിൽ അവകാശമില്ലാത്ത പാവങ്ങളും വൽ യതാമ അനാഥ മക്കളും വൽ മസാക്കിനു മിസ്കീന്മാരും ഒക്കെ ഒരുമിച്ച് കൂടിയാൽ ഫർസുഖൂഹും മിൻഹു, നിങ്ങൾ ആ മയ്യിത്തിൻ്റെ സ്വത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ, അവരോട് നല്ല ഉപദേശങ്ങൾ, നല്ല വാക്കുകൾ, നല്ല കാര്യങ്ങൾ പറയുകയും വേണം. ഫർസുഖൂഹും മിൻഹു, ആ ഖിസ്മത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് അർത്ഥം പറയുമ്പോൾ ഖിസ്മത്ത് സ്ത്രീലിംഗമാണല്ലോ, മുഅന്നസാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫർസുഖൂഹും മിൻഹു അതിലേക്ക് മടങ്ങുന്നത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ട മുഫസ്സിറുകൾ പറയുന്നത്, ഖിസ്മത്തിൻ്റെ അർത്ഥം മാല്, മീറാസ് എന്ന മുദക്കറുകൾ തന്നെയാണ്. അതുകൊണ്ട് മാല്, മീറാസ് എന്ന അർത്ഥം നോക്കിയിട്ടാണ് ഖിസ്മത്തിലേക്ക് ഫർസുഖൂഹും മിൻഹു, നിങ്ങൾ ആ സ്വത്തിൽ നിന്ന് ജനങ്ങൾക്ക്, ഈ പറഞ്ഞ പാവങ്ങൾക്ക്, ക്ഷണിച്ചു വരുന്ന എത്തിമക്കളുണ്ടാകും, ക്ഷണിക്കാതെ വരുന്നവരുണ്ടാകും, സ്വത്തിൽ അവകാശമില്ലാത്ത പാവങ്ങളുണ്ടാകും, അടുത്ത കുടുംബങ്ങൾ, അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം, അവരോട് നല്ലത് പറയുകയും വേണം എന്ന് പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്ത ഒരു വലിയ സൽക്കർമ്മം തന്നെയാണ് മരണാനന്തര വീടുകളിൽ ഭക്ഷണം കൊടുക്കുക എന്നത്. മഹാനായ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ എളാപ്പമാർ മരണപ്പെട്ടപ്പോൾ ഞാൻ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. ഈ ആയത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അതിനെ ചെലവഴിക്കുമായിരുന്നു. ഫർസുഖൂഹും മിൻഹു എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് സ്വത്തവകാശമല്ല, അത് ഫർളായ കാര്യമാണല്ലോ. അപ്പോൾ മരണശേഷം വീടുകളിൽ നടത്തുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സാധാരണ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ പോലും നല്ലത് പറയലും, അവരുടെ മദ്ഹുകൾ പറയലും, ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ച് വിളമ്പലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ ഈ മഹത്തായ സദസ്സിൽ സൂചിപ്പിക്കുകയാണ്. മഹത്തുക്കൾ എമ്പാടുമുണ്ടാകും. ലോകത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാലവുമില്ല. ഇക്കാലത്ത് ഒരാളാണെങ്കിൽ അടുത്ത കാലത്ത് അടുത്താളുണ്ടാകും. ദുന്യാവിൻ്റെ കാര്യങ്ങൾ മാറി മാറി അവരെ ഏൽപ്പിക്കും. അതിൻ്റെ മുമ്പ് ആരുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് അർത്ഥമില്ല.
ലൻ തഖ്ലുവൽ അർളു മിൻ 40 റജുലൻ മിസ്ല ഖലീലിർ റഹ്മാൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ 40 പുണ്യ ആത്മാക്കളെ തൊട്ട് ഒഴിവായി ലോകം ഒരിക്കലും ഉണ്ടാവുകയില്ല. ബിഹിം തുസ്ഖൗന വബിഹിം തുൻസറൂൻ. അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് മഴ വർഷിക്കുന്നത്, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത്. മാ മാത മിൻഹും അഹദുൻ ഇല്ലാ അബ്ദലല്ലാഹു മക്കാനഹു ആഖറ. അതിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാഇൻ്റെ ലോകത്ത് അവരിലേക്ക് മറ്റൊരാളെ തിരഞ്ഞെടുത്ത് അതിനെ പൂർത്തിയാക്കും. അതാണ് ഈ 40ൻ്റെ കണക്ക്. അതുകൊണ്ടാണ് മുശാവറയൊക്കെ 40 ആയത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾ ഈ ലോകത്തുള്ള കാര്യങ്ങൾ കാണുകയും ഏൽപ്പിക്കപ്പെട്ടത് നടത്തുകയും നിർവഹിക്കുകയും എല്ലാം ചെയ്യും. അതെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിക്കെട്ട് ഉറപ്പിച്ച വിശ്വാസങ്ങളാണ്. അടിയന്തരം നടത്തുന്നതും വലിയ പുണ്യകർമ്മമുള്ള നമ്മുടെ വിശ്വാസ ആചാരങ്ങളിൽപ്പെട്ടതാണ്. കേവല മാമൂലുകൾ അല്ല. മരണാനന്തര ചടങ്ങുകളെ മാമൂലുകളാക്കി അതിൻ്റെ പേരിൽ ഉമ്മത്തിനെ കാഫിറാക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് നാം ബോധവാന്മാരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സാലിഹീന കഫാറത്തുൻ. ഇതെല്ലാം വളരെ സ്പഷ്ടമായി മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ തവ്വലല്ലാഹു ഉംറഹു, ആവർത്തിച്ച് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയങ്ങളാണ്. ആ ആശയങ്ങൾ നിലനിർത്താനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മുടെ വീടുകളിൽ അതൊക്കെ നടപ്പിൽ വരുത്താനും നാം എല്ലാവരും താല്പര്യമുള്ളവരാകണം. ബഹുമാനപ്പെട്ട ശൈഖുന ഖുത്ബുൽ ആലം അബൂബക്കർ അൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജീവിതകാലത്തിൽ പല പ്രാവശ്യവും അവിടുത്തെ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, എത്ര ക്ഷീണമായി കിടന്നാലും ബിദ്അത്തുകാരുടെ ഷർറിനെ പറ്റി പറയുമ്പോൾ ചാടി എഴുന്നേക്കും. വളരെ കർക്കശമായ തീരുമാനങ്ങൾ അവരെ പറ്റി പറയും. ഒരു പാർട്ടിയെ പറ്റി പറഞ്ഞപ്പോൾ അവർ നിഷേധികളാണ്, അവരെ തലവെട്ടണം, അവരെ കൂട്ടത്തിൽ പോകാൻ പാടില്ല. അവരുടെ കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, കേസ് തള്ളിപ്പോകും, പോലീസ് വിളിച്ചാൽ പോകാൻ പാടില്ല. ഇപ്പോഴും പോലീസ് വിളിച്ചാൽ വളരെ സൂക്ഷിച്ചേ ഞാൻ പോകും. അതുകൊണ്ട് ആദർശം പറയുന്ന ആദർശത്തിൻ്റെ വക്താക്കളായി അവർ നിലകൊള്ളുകയും ആദർശ തനിമ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് 1ഉം 2ഉം 3ഉമായി ശൈഖുന മടവൂരിനെ സ്നേഹിക്കുന്ന നാം കണക്കിലെടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, നമുക്ക് ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ നമ്മളും എറണാകുളത്ത് പോലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളും മടവൂർ ഒരുമിച്ച് കൂടുന്നുണ്ട്. അൽഹംദുലില്ലാ, അത് തന്നെ അവിടുത്തെ വലിയൊരു കറാമത്താണ്. എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട്. അല്ലാഹു തആല അതെല്ലാം നല്ല കാഴ്ചകളായി നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. വിനീതനായ എനിക്ക് വേണ്ടിയും ഈ മജ്ലിസിൽ ഒരു ആമീൻ ലഭിക്കണം. അല്ലാഹു എനിക്കും നിങ്ങൾക്കുമെല്ലാം ഔലിയാഇൻ്റെ മാതൃക പിന്തുടർന്ന് കാമിലായി ഈമാൻ ലഭിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സിയാറത്തിന് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെയും ഇങ്ങനെ വിരലിൽ പിടിപ്പിച്ചുകൊണ്ട് അവരെയും മഖാമുകളിൽ കൊണ്ടുപോകുന്ന സിയാറത്തുകൾ പരിശീലിപ്പിക്കണം. എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു. ചെറിയ സ്ഥലത്തൊക്കെ പോകുമ്പോൾ എന്നെയും ചെറുപ്പത്തിലെ കൂട്ടിക്കൊണ്ടുപോകും. ഒരിക്കലും ഒരു സിയാറത്തിന് പോയപ്പോൾ അവിടെ ഞങ്ങളിട്ട് വാതിലടച്ചു കളഞ്ഞു. വളരെ ചെറുപ്പത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത സമയത്ത് തന്നെ മഖാമുകളിൽ കൊണ്ടുപോയി ഔലിയാക്കന്മാരുടെ മഹബത്ത് സ്വീകരിച്ച് അവരോടുള്ള ഖുർബ് സമ്പാദിച്ചു കൊടുക്കുവാൻ നാമും നമ്മുടെ മക്കളെ ചെറുമക്കളെയൊക്കെ ശീലിപ്പിക്കണം. ഇത്തരം ആദർശങ്ങൾ കാറ്റിൽ പറത്തിൽ പോകുന്ന
ഈ സാഹചര്യത്തിൽ അതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെയ്ഖുന ഖുതുബുൽ ആലമിൻ്റെ ബറക്കത്ത് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ.